ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റിയിട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചാർജുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളൊക്കെ കൂടി പറയുന്നതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് വരുന്നതാണ്. ഫിസിക്സിലാണ് ചാർജുകളുടെ പഠനങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ചാർജുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതും അവരെങ്ങനെയൊക്കെയാണ് സ്വഭാവം, ഏതൊക്കെ തരത്തിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ സവിശേഷതകൾ, പ്രത്യേകതകൾ, ഈ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്നതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ ഏട് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ എന്തൊക്കെയാണ് പറയാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചാർജുകൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ തന്നെ, ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ പ്ലസ് മൈനസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത് ചാർജുകളുടെ, അതായത് ചാർജ് എന്ന് പറയുന്നതിൻ്റെ എന്താണ്, ഏതാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്ലസ് മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർജുകൾ ആകെ രണ്ട് തരത്തിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തൊരു എക്സ്പെരിമെൻ്റ്, എന്ത് കാര്യം ആയിക്കോട്ടെ, ചാർജുകൾ രണ്ട് തരത്തിലാണ് നിലനിൽക്കുന്നത്. ഒന്ന് പോസിറ്റീവായിട്ടുള്ളതും ഒന്ന് നെഗറ്റീവായിട്ടുള്ളതും. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, ഈ രണ്ട് ടൈപ്പ് ചാർജുകളാണ് ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേപോലത്തെ ചാർജുകൾ, അതായത് ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. ഈ ഒരു എന്താണ് നിയമമാണ് ഇവർക്കിടയിലുള്ളത്. ചാർജിൻ്റെ അളവൊക്കെ എന്തോ ആയിക്കോട്ടെ, ചാർജിന് നമുക്ക് പല അളവുകൾ വരുന്നുണ്ട്. 1, 2, 3 എന്നുള്ള ഒരു ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള, അതായത് എണ്ണൽ സംഖ്യാപരമായിട്ട് തന്നെയാണ് എപ്പോഴും ചാർജുകളെ വിളിക്കുന്നത്. കാരണം ചാർജുകൾ എപ്പോഴും ഈ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ ആ ഒരു എണ്ണം മാത്രമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതായത് ഇപ്പോൾ 2.5 ചാർജ്, അല്ലെങ്കിൽ 2.5 അളവ് വരുന്ന, അല്ലെങ്കിൽ 3.4 അളവ് വരുന്ന, അങ്ങനെ വരില്ല. ആകെ വരുന്നത് ഒരു അളവ്, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് അങ്ങനെ ആയിരിക്കും. ഇനി ഇവരുടെ യൂണിറ്റ്, ചാർജ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളംബ് എന്നുള്ള യൂണിറ്റാണ്. അത് ഞാനിവിടെ പറഞ്ഞില്ല. കൂളംബ് എന്നുള്ള യൂണിറ്റാണ് ചാർജ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബേസിക്കായിട്ട് ഒരു വസ്തുവിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആണ് ഒരു ആറ്റത്തിൽ ചാർജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും, ഈ ചാർജിൻ്റെ ഒക്കെ ഏറ്റവും അടിസ്ഥാനം ഇവർ രണ്ട് പേരും തന്നെയാണ്, ഇലക്ട്രോണും പ്രോട്ടോണും. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചാർജ് വരുന്ന പാർട്ടിക്കിൾ, കണിക. പ്രോട്ടോൺ എന്ന് പറഞ്ഞാലോ പോസിറ്റീവ് ചാർജ് വരുന്ന കണികയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഗ്രൂപ്പിനൊക്കെ ആയിരിക്കും എന്തായാലും ചാർജ് എന്നുള്ളതായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു കുളമ്പ് അല്ലെങ്കിൽ 2 കുളമ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള ഒരു സംഗതിയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ നിയമങ്ങളാണ് വരുന്നത്. അപ്പോൾ നിയമങ്ങളെന്ന് പറഞ്ഞാൽ, ഇലക്ട്രോസ്റ്റാറ്റിക് നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയൊക്കെയാണ് സ്വഭാവം കാണിക്കുക, രണ്ട് ചാർജുകൾ അടുത്തടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ആ രണ്ട് ചാർജുകളുടെ സ്വഭാവം അനുസരിച്ച് ഇവരെങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ആദ്യ നിയമം പറയുന്നത്, ഫസ്റ്റ് ലോ പറയുന്നത് ആദ്യ നിയമം പറയുന്നത് ഇത്രയാണ്: ഒരുപോലത്തെ ചാർജുകളാണ് നമ്മൾ അടുത്ത് കൊണ്ടുവരുന്നത് വെച്ചാൽ ആ ചാർജുകൾ എപ്പോഴും അകന്നു പോകാനാണ് ശ്രമിക്കുക. അതായത് നമ്മളൊരു ബാർ മാഗ്നറ്റിൻ്റെ ഒരേ പോളുകൾ നോർത്തും തമ്മിൽ അടുപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ സൗത്തും തമ്മിൽ അടുപ്പിക്കുന്ന പോലെ, ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരുപോലത്തെ ചാർജുകളാണ് നമ്മൾ അടുപ്പിക്കുന്നതെങ്കിൽ അവർ എതിർത്ത് പോകും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്ത് പോകും, വികർഷിച്ച് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മാഗ്നറ്റിലുള്ള പോലെ തന്നെ, കാന്തത്തിലുള്ള പോലെ തന്നെ, ഇനി നേരെ മറിച്ച് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള, പോസിറ്റീവും നെഗറ്റീവും സ്വഭാവമുള്ള രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ചാർജുകളാണ് നമ്മൾ അടുത്ത് കൊണ്ടുവരുന്നത് വെച്ചാൽ അവർ തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. ഇതാണ് ആദ്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നിയമമാണ് കൂളംസ് ലോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂളംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിൽ വരുന്ന ആകർഷണം അല്ലെങ്കിൽ വികർഷണം, ഇതൊരു ബലമാണ് അല്ലേ, ഒരു ഫോഴ്സാണ്. അപ്പോൾ ഈ ബലത്തിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളതിനുള്ള നിയമമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനാണ്, സമവാക്യമൊക്കെ രൂപപ്പെടുത്തുന്നതാണ് കൂളംസ് ലോ, അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നൊക്കെ പറയുന്നു.
അപ്പോൾ ഈ ഒരു ഫോഴ്സിൻ്റെ അളവ് അല്ലെങ്കിൽ ബലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ആൾക്കാരെയാണ്, മീൻസ് ഏതൊക്കെ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ 2 ചാർജുകൾ നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ അവർക്കിടയിൽ ഒരു അകലമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു എന്ത് വരിക, അവർക്കിടയിലുള്ള ബലം എത്രയാണെന്ന് കണക്ക് കൂട്ടുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാണ്ട്, ഒരു ചാർജിനെ നമ്മൾ സാധാരണ വിളിക്കൽ അതിൻ്റെ ചാർജിൻ്റെ അളവ് Q എന്നുള്ള, ഇപ്പോൾ ഒരു പോയിൻ്റ് ചാർജാണ്. പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് അത്ര വലിപ്പത്തിലുള്ള, നമ്മളിപ്പോൾ ഒരു ഷീറ്റിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു പോയിൻ്റ് ഇട്ടു. അപ്പോൾ ആ പോയിൻ്റ് അതൊരു ചാർജ് പാർട്ടിക്കിളാണ്. ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ അടുത്ത് നമ്മൾ +5 എന്ന് എഴുതി കഴിഞ്ഞാൽ +5 അതിൻ്റെ ചാർജ് വാല്യൂ വരുന്നത്. പക്ഷേ ആ വാല്യൂ അളക്കുന്ന യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, കുളമ്പ് എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ +5C എന്ന് എഴുതണം, ക്യാപിറ്റൽ ലെറ്ററിൽ C എന്ന് എഴുതണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഈ +5C എന്ന് എഴുതുന്നതിന് നമുക്ക് Q എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ബലം പറയുന്ന F എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ചാർജ് എന്ന് പറയുമ്പോൾ Q എന്നുള്ളൊരു എന്താണ് അഭിസംബോധന ചെയ്യുന്ന പോലെ. അപ്പോൾ Q = +5 കൂളമ്പ്. അങ്ങനെയാണ് എപ്പോഴും ഒരു ചാർജിന് റെപ്രസെൻ്റ്. ഇപ്പോൾ 5 കൂളമ്പ് ആയതുകൊണ്ട് 5 എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ ഒരു നമ്പർ ആയിരിക്കും അവിടെ വരുന്നത്, ആ ചാർജിൻ്റെ എത്രയാണോ അളവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ Q എന്നുള്ളൊരു നമ്പർ വെച്ചിട്ടാണ് അടിസ്ഥാനമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ Q1 Q2 എന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീലയായിട്ട് കാണിക്കുന്ന മൈനസ് ചാർജും അതേപോലെ തന്നെ ചുവപ്പായിട്ട് കാണിക്കുന്ന പ്ലസ് ചാർജും രണ്ടും 2 അളവാണ്. അതുകൊണ്ടാണ് Q1 Q2 എന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, വെവ്വേറെ ആക്കിയിട്ട് ചാർജിൻ്റെ അളവിനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർക്കിടയിലുള്ള ഫോഴ്സിനെ, ബലത്തിനെ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നോക്കി നോക്ക്. F21 F12 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ചാർജിൻ്റെ മുകളിൽ രണ്ടാമത്തെ ആൾ ഉണ്ടാക്കുന്ന ഫോഴ്സും അതേപോലെ തിരിച്ചും രണ്ടാമത്തെ ആളുടെ മുകളിൽ ഒന്നാമത്തെ ആൾ ഉണ്ടാക്കുന്ന ഫോഴ്സും, ആ അളവിനാണ് F12 എന്നും F21 എന്നൊക്കെ എഴുതിയുള്ളത്. അപ്പോൾ ഇനി ആ ആരോ മാർക്കാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതായത് മൈനസ് ചാർജും പ്ലസ് ചാർജും വെച്ച് കഴിഞ്ഞാൽ ആ ആരോ മാർക്ക് ഉള്ളിലേക്കാണ് വരുന്നത്. അതായത് ഈ 2 ചാർജുകൾക്കിടയിലൂടെ നമ്മൾ ഒരു രേഖ വരയ്ക്കുകയാണെങ്കിൽ, ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ ആ നേർരേഖയിലൂടെ ആയിരിക്കും എപ്പോഴും ഇവർക്കിടയിൽ വരുന്ന ബലം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ നേർരേഖയ്ക്ക് എന്താണ് അവരടുക്കുന്നതാണ്. കാരണം ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അപ്പോൾ അവർ അടുക്കുകയാണ്, എന്താണ് ആകർഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകർഷിക്കുന്ന സമയത്ത് എന്താ വരിക, ആ ബലം എപ്പോഴും അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിലായിരിക്കും വരിക. അതുപോലെ തന്നെ ഇപ്പോൾ വികർഷിക്കുന്ന ചിത്രം നോക്കിക്കഴിഞ്ഞാൽ 2 മൈനസ് ചാർജുകൾ വെച്ചിട്ടുണ്ട്, R ദൂരം അകലെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും F12ഉം F21ഉം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിൻ്റെ എതിർ ദിശയിലായിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് വികർഷിക്കുന്ന പോലെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നെങ്കിൽ മീൻസ് 2 ചാർജുകൾ വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു ബലം ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബലത്തിന് അടിസ്ഥാന ഘടകങ്ങളായിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലം F എന്തിന് പ്രൊപ്പോർഷനാണ്, Q1 എന്നുള്ള സംഖ്യയ്ക്ക് പ്രൊപ്പോർഷനാണ്. Q1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതായത് ഇപ്പോൾ 5 കുളമ്പാണെങ്കിൽ ആ 5 എന്നുള്ളതിന് പ്രൊപ്പോർഷനാണ്, 5 കുളമ്പ് എന്നുള്ള വാക്കിന്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചാർജിന്, ഇപ്പോൾ 2 ചാർജുകൾക്കിടയിലുള്ള ബലമാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചാർജിൻ്റെ എന്തിനും പ്രൊപ്പോർഷനാണ്, അതിൻ്റെ അളവിനും പ്രൊപ്പോർഷണലായിട്ടാണ് വരിക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ അളവിനും പ്രൊപ്പോർഷണൽ. പിന്നെ ഒരു കാര്യം, ഇവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് വിരോധാത്മകമായിട്ടുള്ള പ്രൊപ്പോർഷണൽ എന്തിനായിട്ടാണ്, അവർക്കിടയിലുള്ള ദൂരത്തിന്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 2 കാന്തങ്ങൾ നമ്മൾ കുറേ അകലത്തിൽ വെച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ആകർഷിക്കുന്ന കേസിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ ആ ഒരു ബലം ഉണ്ടാവുള്ളൂ അല്ലേ. 2 കാന്തങ്ങൾ ആകർഷിച്ച് പെട്ടെന്ന് ഒട്ടുന്ന സാഹചര്യം വരണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. അതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ ഈ അകലം കൂട്ടും തോറും അവിടെ അവർക്കിടയിലുള്ള ബലം കുറയുകയും ചെയ്യും. അപ്പോൾ ആ കാരണം തന്നെയാണ് ഇവിടെയും വരുന്നത്. ചാർജുകൾക്കിടയിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ബലം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന
ഈ ചാർജുകൾക്കിടയിലുള്ള ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ദൂരത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ദൂരത്തിനല്ല, ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അത് ഞാൻ എഴുതിയ തെറ്റിയിട്ടുണ്ട്. ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് അല്ല, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് എഴുതണം. ഇക്വേഷൻ ശരിയാണ്, പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ ചാർജ് എന്ന് വേണം. അപ്പോൾ ഈ പ്രൊപ്പോർഷനാലിറ്റികളെല്ലാം കൂടി ഒരുമിച്ചാക്കിയതാണ് ഞാൻ അടുത്ത് കാണുന്ന ഇക്വേഷൻ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R² എന്നുള്ളത്. അപ്പോൾ ആ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥിരസംഖ്യനെ കൊണ്ടുവരികയാണ്. അവിടെ കോൺസ്റ്റൻറ്റ് K എന്നുള്ള സ്ഥിരസംഖ്യനെ കൊണ്ടുവന്നു. അപ്പോൾ ആ സ്ഥിരസംഖ്യ ഇൻറ്റു, അതായത് ഫോഴ്സ് സമം സ്ഥിരസംഖ്യ ഇൻറ്റു Q1 Q2 ബൈ R² എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ കെൻ്റെ അളവ് എന്താണെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. കെൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കുറേ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. K സമം 1/4πε0 ആണ്. ഇനി ε0ൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 8.854 ഇൻറ്റു 10⁻⁻2 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നുള്ള ഒരു അളവാണ് വരിക. ഇനി K എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അളവ് എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻⁹ ആയിരിക്കും. 9 ഇൻറ്റു 10⁻9 എന്നാണ് എപ്പോഴും വരിക Kൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുളമ്പ് ഫോഴ്സ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞതിൽ നിന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ഇതിൽ കൊടുക്കുന്നതിന് കൂടാതെ പറഞ്ഞതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടെ നോട്ട് ചെയ്യുക. പിന്നെ ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എന്താണ്, ഒരു ബലം, രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു ബലം വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജ് ഇല്ലാതെയായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ചാർജ് ഇല്ലാതെ ഒരു പോസിറ്റീവ് ചാർജിനെയോ ഒരു നെഗറ്റീവ് ചാർജിനെയോ വെറുതെ ഒരു സ്പേസിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ചാർജിനും ഇതേപോലെ ഏതെങ്കിലും ഒരു ചാർജ് അതിനടുത്ത് വന്നു നിന്നാൽ അതിൻ്റെ മുകളിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ ഒരു ബലം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടെസ്റ്റ് ചാർജ് നമ്മൾ വെക്കുന്ന സമയത്ത് ആ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ബലത്തെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡായിട്ട് കാണുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ചാർജ് വസ്തുവാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. കാരണം അത് അതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിസിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ ചാർജ് ഉണ്ടാക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ അതിൻ്റെ ഓരോ പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ഇത് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ വന്നുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും, നമുക്ക് ഒരു ചാർജ് വെറുതെ വെച്ചാൽ അതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഫീൽഡല്ല ഒരു ബലം ഉണ്ടെന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ കാരണം എന്താ, നമ്മൾ വേറൊരു ചാർജ് അവിടെ അതിനെടുത്ത് കൊണ്ടുപോയെന്ന് വെച്ചാൽ ആ ആദ്യം വെച്ച ചാർജും ഈ ചാർജും തമ്മിലൊരു അട്രാക്ഷനോ ഒരു ആകർഷണമോ വികർഷണമോ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ്, സിമ്പിളായിട്ട് ഒരു ചാർജ് വെറുതെ വെച്ച് കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്, ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ദൂരത്തിൽ, ഇപ്പോൾ ഒരു Q എന്നുള്ള ഒരു സോഴ്സ് ചാർജിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്താണ്, സോഴ്സ് ചാർജിന് അടുത്ത് നമ്മൾ R ഡിസ്റ്റൻസ് അകലെ, നമുക്ക് R ഡിസ്റ്റൻസോ D ഡിസ്റ്റൻസോ എത്ര ദൂരമാണെങ്കിലും വേണ്ടില്ല, ചിത്രത്തിൽ D എന്നാണ് എഴുതിയിരിക്കുന്നത്, R എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ R ഡിസ്റ്റൻസ് അകലെയാണെന്നുണ്ടെങ്കിൽ, R ദൂരം അകലെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ അളവ് എത്രയാണ്, Q1 Q2 ബൈ R² എന്നുള്ള K ഇൻറ്റു Q1 Q2 ബൈ R² എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ബൈ R² എന്ന ഇൻറ്റു K എന്നായിരിക്കും വരിക. അപ്പോൾ അതിനെ പിന്നെ എന്ത് ചെയ്യുക, ആ ബലത്തെ നമ്മൾ ടെസ്റ്റ് ചാർജ് Q എന്നുള്ളതിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഇലക്ട്രോ സ്റ്റാറ്റിക് ഫീൽഡ് എന്നുള്ള, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. എന്താണ്, അവിടെ ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ചാർജ്, സോഴ്സ് ചാർജിൽ നിന്ന് D ഡിസ്റ്റൻസ് അകലെ, D ദൂരം അപ്പുറം എത്ര ഫോഴ്സ് ഒരു ചാർജിൻ്റെ മേലെ ആക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് പറയുന്നതാണ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് E = Q/4πε0 R² എന്ന് എഴുതാനായിട്ട് പറ്റും. നേരത്തെ ഫോഴ്സ് എഴുതിയ പോലെ തന്നെ ഫോഴ്സ് എഴുതിയത് F = K ഇൻറ്റു Q1 Q2 R² എന്നുള്ളതിന് പകരം
എഫ് ഈക്വൽ ടു Q1 Q2/4πε0 ഇൻറ്റു R². കെൻ്റെ വില കൊടുത്തെന്നാണ് ഉദ്ദേശിച്ചത്. കെൻ്റെ വില കൊടുത്തിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി കപ്പാസിറ്റർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും അതേപോലെ തന്നെ ചില സർക്യൂട്ടുകളിലൊക്കെ നമ്മൾക്ക് കാണുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന കപ്പാസിറ്ററുകൾ എന്നുള്ളത്. കപ്പാസിറ്റർ ചെയ്യുന്നത് ഇത്രയാണ്: ഇലക്ട്രിക് ചാർജുകളെ ശേഖരിച്ച് വയ്ക്കുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു കഴിവാണ് കപ്പാസിറ്ററിനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ ചില സർക്യൂട്ടുകൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു എബിലിറ്റി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു എബിലിറ്റിയാണ് ഇലക്ട്രിക് ചാർജുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും ചില സമയത്ത് ആ സ്റ്റോർ ചെയ്തതിന് പുറത്ത് വിടുന്നതിനും ഈ രണ്ടിനുമുള്ള ഒരു കഴിവാണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഡിവൈസിനുള്ളത്. കപ്പാസിറ്റർ ഈ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ 2 പ്ലേറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ, കണ്ടക്റ്റീവ് പാരലൽ പ്ലേറ്റുകളായിട്ട് 2 തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വലതുവശത്ത് കാണുന്ന ഓരോ കപ്പാസിറ്ററും. ഒക്കെ ഓരോ പല ടൈപ്പാണെങ്കിലും ഇതിൻ്റെ അതേ ഉള്ളിൽ ഉണ്ടാവുന്ന സാധനം ഇത് തന്നെയായിരിക്കും. ഒരു ഡൈഇലക്ട്രിക്കിൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 പാരലൽ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒരു കപ്പാസിറ്റർ പ്രവർത്തിക്കുന്നത്. ഇനി ഈ കപ്പാസിറ്റർ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും AC-യിലായിരിക്കും കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. DC-യിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ കപ്പാസിറ്ററിലൂടെ DC കറണ്ട് ഒഴുകില്ല. അത് DC കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ എന്നുള്ളത്. അപ്പോൾ AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കപ്പാസിറ്ററിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ AC കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ AC കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാരണം കപ്പാസിറ്ററിനകത്ത് ചെറിയ തോതിലുള്ള ചാർജ് ഇൻഡ്യൂസ് ആവുന്നതല്ല, അതിനകത്തുള്ള ചാർജ് തന്നെ അവിടെ കൂട്ടമായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെയാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. കപ്പാസിറ്റർ ആ 2 പ്ലേറ്റുകൾക്കിടയിൽ ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിലായിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് കപ്പാസിറ്റർ എന്നുള്ള ഉപകരണം പറയുന്നത്. ഇനി കപ്പാസിറ്റർ എന്തിലൊക്കെയാണ് DC-യിൽ കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ AC സർക്യൂട്ടിൽ ചില സമയത്ത് നമ്മൾ ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ലീഡിങ് പവർ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി കുറേ ദൂരങ്ങളിൽ നിന്ന് സപ്ലൈ ചെയ്ത് വരുന്നതാണ് അല്ലേ. ഏതോ ഒരു പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കി, ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉണ്ടാക്കി അത് പിന്നെ കുറേ ദൂരം നിന്ന് കമ്പിയൊക്കെ ഇട്ട് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറേ ഉപയോഗം കാരണം ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഒരു കൃത്യമായിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കില്ല. അപ്പോൾ അതിനെന്തുണ്ടായിരിക്കും? ആ വോൾട്ടേജിന് ഒരു ലാഗ് ഉണ്ടായിരിക്കും. ഒരു പവർ ഫാക്ടർ എന്നാണ് അതിനെ പറയുക. ഒരു ലാഗ് ഉണ്ടായിരിക്കും. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ളൊരു ലാഗ് ഉണ്ടായിരിക്കും. ആ ലാഗിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അത്രയാണ് കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്നുള്ളത് പറയുന്നത്. ഇനി കപ്പാസിറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടെ പറയാനുണ്ട്. കപ്പാസിറ്റൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഈ ചാർജുകളെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അത്രയാണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ഇനി എന്താണ് കപ്പാസിറ്റൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജിനെ കൺസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു എബിലിറ്റി തന്നെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് അല്ല, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാൻ പറ്റും. ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകി കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം ചാർജുകളെ കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അളവാണ്. ആ ചാർജുകളെ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനകത്തല്ല, ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിനുള്ളിലാണ് കൊള്ളിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതിനുള്ളിലാണ് കൊള്ളിക്കുന്നത്. അപ്പോൾ ചാർജും വോൾട്ടേജും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റിയാണ് അവിടെ നമുക്ക് കപ്പാസിറ്റൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരുന്നത്. ഇലക്ട്രിക് ചാർജ് ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യലും അതിലൂടെ ഒഴുകുന്ന ചാർജിൻ്റെ അളവിനെയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ഈ അനുപാതത്തിനെയാണ്, റേഷ്യോ Q/V എന്നുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Q/V എന്നുള്ള അനുപാതത്തിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അതാണ് അവിടെ മേലെ എഴുതിയിട്ടുള്ളത്. വാല്യൂ ഓഫ് യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹോൾഡ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. 2 പ്ലേറ്റുകൾക്കിടയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് കപ്പാസിറ്റൻസിൻ്റെ അളവായിട്ട് പറയുന്നത്. അതിനുള്ള 2 സമവാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. Q/V = C എന്നും അതുപോലെ തന്നെ Q = CV എന്നും. ഇത് നമുക്ക് വേണമെങ്കിൽ V = IR എന്നുള്ളതായിട്ടും അതുപോലെ തന്നെ V = IR എന്നുള്ളതും I = V/R എന്നുള്ളതും R = V/I എന്നുള്ളത് ഈ 3 ഇക്വേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെയും എന്ത് ചെയ്യുക, ചാർജിനെയും പൊട്ടൻഷ്യലിനെയും കപ്പാസിറ്റൻസിനെയും റിലേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ 2 സമവാക്യം ഇപ്പോൾ നോക്കിയാൽ മതി. 2 സമവാക്യമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞുള്ളത്. ഇനി കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ ചാർജിൻ്റെ യൂണിറ്റ് പറഞ്ഞു, കുളമ്പ് എന്നാണ് ചാർജിൻ്റെ യൂണിറ്റ് പറഞ്ഞത്. അപ്പോൾ കുളമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ്. അതിനകത്ത് ചെറിയ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഇലക്ട്രോണുകളോ പ്രോട്ടോണുകളോ ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കുളമ്പ് ചാർജ് വരുന്നത്. ഓക്കെ, അത്രയും കോടിക്കണക്കിന് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇലക്ട്രോണുകളുടെ സംഖ്യ വേണ്ടി വരും ഒരു കുളമ്പ് ചാർജ് നിർമ്മിക്കാനായിട്ട്. അപ്പോൾ അതൊരു വലിയ യൂണിറ്റ് ആയിട്ടാണ് വരിക. ഇനി അടുത്തത് അപ്പം പറഞ്ഞു വന്നത് ഫാരഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്നുള്ളത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എന്താണ്, ഒരു യൂണിറ്റ് പൊട്ടൻഷ്യലിനുള്ളിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ള വാല്യൂ ആണ് നോക്കുന്നത്. അപ്പോൾ അത് ഫാരഡാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് ഫാരഡ് എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറില്ല. മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്നൊക്കെയാണ് പറയുക. കാരണം എന്താ വെച്ചാൽ ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കപ്പാസിറ്ററാണ്. നമുക്ക് അത്രയും വലിയ കപ്പാസിറ്റർ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചെറിയ കപ്പാസിറ്റർ മതി. അപ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ 200 വോൾട്ട് 230 വോൾട്ട് പിന്നെ DC ആയാലും എല്ലാറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ സാധാരണ യൂണിറ്റ് പറയുന്നത്, നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്നത് മില്ലി ഫാരഡിലുള്ളതും അല്ല അതേപോലെ തന്നെ പൈക്കോ ഫാരഡിലുള്ളതും മൈക്രോ ഫാരഡിലുള്ളതും ഒക്കെ ആയിരിക്കും. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ ഘടന അനുസരിച്ച് ഇപ്പം നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഘടന അനുസരിച്ച് ഇതെന്താണ്, 2 പ്ലേറ്റുകളുണ്ട്. പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നേരെ നോക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും നോക്കുന്ന സമയത്ത് എന്താണ്, 2 പ്ലേറ്റുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും, കുറച്ച് ഏരിയ ഉണ്ടാവും അല്ലേ, ഒരു വിസ്തീർണം ഉണ്ടാവും. അവിടെയാണ് എന്ത് വരിക, ഡൈലക്ട്രിക് ചാർജ് നിറച്ച് വെച്ചിട്ടുണ്ടാവുക. ഡൈലക്ട്രിക് മെറ്റീരിയൽ, ചാർജല്ല ഡൈലക്ട്രിക് മെറ്റീരിയൽ നിറച്ച് വെച്ചിട്ടുണ്ടാവുക. ഈ പൊതുവേ ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്ററാണ് കേട്ടോ. അതായത് കറണ്ട് കടത്തി വിടാത്ത ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അതാണ് ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡൈലക്ട്രിക് മെറ്റീരിയലും ഈ പ്ലേറ്റിൻ്റെ ഏരിയയും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള അകലമൊക്കെ വെച്ചിട്ടാണ് ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് അതിനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് C = ε/A/d എന്നാണ്. A എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള ഏരിയ, 2 പ്ലേറ്റുകളും എത്ര ഏരിയയിലാണ്. ഇപ്പോൾ സാധാരണയായിട്ട് വരുമ്പോൾ 2 ഈക്വൽ ആയിട്ടാണ് വരിക. അതായത് 2 പ്ലേറ്റുകളുടെ ഏരിയയും ഈക്വൽ ആയിട്ടാണ് വരിക, എന്നാലേ അതിൻ്റെ ഡിസൈൻ ഒരു കറക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫസ്റ്റത്തെ ഏരിയ, പിന്നെ ആ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ എത്രയായിരിക്കും, ആ ഒരു സെപ്പറേഷൻ എത്രയാണ് എന്നുള്ളതും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, അവിടെ എത്ര സെപ്പറേഷൻ ഉണ്ട് ആ ഡിസ്റ്റൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ്ലി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡൈലക്ട്രിക്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഡൈലക്ട്രിക് മെറ്റീരിയൽ, ഇൻസുലേറ്റർ മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കപ്പാസിറ്റൻസിൻ്റെ അളവ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C = ε/A/d എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഇനി കപ്പാസിറ്ററിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. കപ്പാസിറ്റർ നമ്മൾ പല സർക്യൂട്ടുകളിൽ, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന മുഖ്യമായിട്ട് പറയുന്നത് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ റേഡിയോ സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ, ട്യൂബ് ലൈറ്റുകളിൽ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന ഫാന്, മോട്ടോർ പമ്പ്, അങ്ങനെയുള്ള സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളിലൊക്കെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പവർ സപ്ലൈൻ്റെ റെഗുലേഷന് വേണ്ടിയിട്ട്, പവർ സപ്ലൈൻ്റെ റെഗുലേഷനായിട്ട് ലീഡിങ് പവർ ഫാക്ടർ കിട്ടാനും വേണ്ടിയിട്ട്, ലീഡിങ് പവർ ഫാക്ടർ അല്ല, പവർ ഫാക്ടർ 1 ആക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കപ്പാസിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാഗ് ചെയ്തിരിക്കുന്ന പവർ ഫാക്ടറിനെ മുന്നിലേക്ക് എത്തിക്കാൻ ആർക്ക് പറ്റും, കപ്പാസിറ്ററിന് പറ്റും.
ലീഡ് ചെയ്തിരിക്കുന്നതിനെ പിന്നിലേക്ക് എത്തിക്കാൻ ഇൻഡക്ടറിനും പറ്റും. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ലീഡ് ചെയ്തിരിക്കുന്നതിനെ പിന്നിലേക്ക് എത്തിക്കുന്ന പവർ ഫാക്ടറാണ് പറയുന്നത്. പവർ ഫാക്ടറിനെ പിന്നിലെത്തിക്കാൻ ഇൻഡക്ടറുമാണ് സാധിക്കുക. അപ്പോൾ യൂസസ് ഓരോന്നായിട്ട് നമുക്ക് പറയാം. എന്താണ്? ഫ്ലൂറസെൻ്റ് ലാമ്പുകളിൽ അതിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഈ റേഡിയോ ഇൻ്റർഫറൻസ് എന്നുള്ളത്, റേഡിയോ ഇൻ്റർഫറൻസ് ട്യൂബ് സ്റ്റാർട്ടറിനകത്ത് വരുന്ന റേഡിയോ ഇൻ്റർഫറൻസ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഈ ട്യൂബ് സ്റ്റാർട്ടറിൻ്റെ ഒപ്പം എന്ത് ചെയ്യാൻ പറ്റും? പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോകളിൽ വരുന്ന ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ട്യൂബ് സ്റ്റാർട്ടർ എന്നുള്ള ഡിവൈസിൻ്റെ കൂടെ ഇത് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട്, ഒരു കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് ആ ഡിവൈസിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്കതിൻ്റെ പവർ ഫാക്ടർ ലാഗിങ് ആയിട്ടുള്ളതിനെ കുറച്ച് ലീഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ്ങിന്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇൻഡക്ഷൻ മോട്ടറിൽ പ്രവർത്തിക്കുന്നതാണ്. ടി വിന്ന് മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീന്, പിന്നെ കറങ്ങുന്ന സാധനമുള്ളത് ഏതാണ്? ഫാന്, അങ്ങനത്തെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിലാണ്. അപ്പോൾ ആ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് ക്ലിയർ ആക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇതിലൊക്കെ എന്തുണ്ടാവും? ഒരു സീരീസ് സ്റ്റാർട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്റ്റാർട്ടിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫിൽട്ടർ DC പവർ സപ്ലൈകൾ നിർമ്മിക്കുന്ന സമയത്ത് ഫിൽട്ടറിങ് സപ്ലൈ കൊടുക്കാനും വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ് കപ്പാസിറ്റർ എന്നുള്ളത്. കാരണം ഫിൽട്ടറിങ് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കോൺസ്റ്റൻറ്റ് DC ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് DC ഔട്ട്പുട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. പിന്നെ എനർജി സപ്ലൈസിൽ പാരലായിട്ട് കൊടുത്തിട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ലൈൻസിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞു, കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടികൾ, കപ്പാസിറ്റൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത്രയാണ് അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത്. താങ്ക് യു ഓൾ.